പുട്ടും ചിക്കനും കട്ടനും എന്താ കോമ്പിനേഷൻ അല്ലേ? ഒരമ്മ നടത്തുന്ന കുഞ്ഞു കട, പക്ഷേ രുചിയുടെ കാര്യത്തിൽ കുഞ്ഞല്ല, കുറച്ച് വലിയ കടയാണ്. എന്തായാലും അമ്മയുടെ വിശേഷങ്ങൾ അറിയാം. അമ്മ വർഷങ്ങളായിട്ട് കട നടത്തി വരുന്നു. അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മയ്ക്ക്, കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി കൊടുക്കണം. നമ്മളെല്ലാവരും സപ്പോർട്ട് കൂടി തന്നെ അമ്മ വലിയ വലിയ കടയിലേക്ക് മാറട്ടെ. എന്തായാലും അമ്മയുടെ വിശേഷം കാണാം. ബാ. ഞാൻ മുകളിലൊരു ഹോട്ടൽ ഇട്ടിരുന്നു. 2 വർഷമൊക്കെ ആയപ്പോൾ ഞാനത് ബർഗർ ഷോപ്പാക്കി. ഞാൻ എടുത്ത ഷോപ്പിൻ്റെ മുകളിൽ വേറെ ഹിന്ദിക്കാർക്ക് കൊടുത്തിരുന്നു. അവർ വൃത്തിയില്ലാതെ ബാത്റൂമിനകത്തൊക്കെ ചോറെല്ലാം വാരിയിട്ട് ആ ബാത്റൂമിനകത്തുള്ള ആ വെള്ളം നമ്മുടെ ഷോപ്പിൽ വന്ന് വീണ് പിന്നെ അങ്ങനെ അവിടെ നിന്ന് മാറി അന്നാസ് ആർക്കേഡിൽ പോയി. അവിടെ ബർഗർ ഷോപ്പ് തുടങ്ങി ഓപ്പൺ ചെയ്ത് 13ാമത്തെ ദിവസമായിരുന്നു ആദ്യത്തെ ലോക്ക്ഡൗൺ. പിന്നെ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ശമിച്ചപ്പം ഒന്നും കൂടെ തുടങ്ങി. അപ്പോൾ അടുത്ത ലോക്ക്ഡൗൺ. അങ്ങനെ 2-3 വർഷം വെളിയിലൊന്നും ഇറങ്ങാതിരുന്ന് ഒരു 15 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. അതെല്ലാം കൂടെ പിന്നെ ഒരു 22 ലക്ഷം രൂപയായി. ഇതിന് മുന്നേ വേറൊരു കട ഞാൻ അവിടെ ജീപ്പയുടെ അടുത്തിട്ട് ബീഫും കപ്പയും മീൻകറി നല്ല സെയിലായിരുന്നു. പക്ഷേ അവിടെ വേസ്റ്റ് വെള്ളം പോകാൻ ഡ്രെയിനേജ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ അവിടെ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോൾ എൻ്റെ വീടിനടുത്താണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കൂല, കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ടാക്കും. ഒരു സമയം വരെ, ഒരു 10 മണി വരെ. എങ്ങനെ എത്തിപ്പെട്ടു ഈ ഹോട്ടൽ ഫീൽഡിൽ? പണ്ട് തൊട്ടേ ഇത് ഇങ്ങനെ ഒരു ഫുഡിൻ്റെ അടുത്ത് ഫുഡ് നല്ലതായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഉദ്ദേശമാണ്. കുറച്ച് ആത്മാഭിമാനം കൂടുതലുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ഞാൻ ഉണ്ടാക്കിയ കട എനിക്ക് തന്നെ വീടണം. ഇപ്പം 18 ലക്ഷം രൂപ ഉണ്ട്. നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, 4 ലക്ഷം രൂപയ്ക്ക് കുടുംബം ആത്മഹത്യ ചെയ്തു, 5 ലക്ഷം രൂപയ്ക്ക് കുടുംബം ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ 22 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സംഗീത പരിപാടി, പാട്ടല്ലേ? പാട്ടാണ് നമ്മുടെ ജീവൻ. സംഗീത കൂട്ടായ്മയോ? നാദലയം സംഗീത കൂട്ടായ്മ. ഇപ്പൊ 3 വർഷമായി. ഇതിപ്പോ 3ാമത്തെ വാർഷികമാണ് നമ്മള് ആഘോഷിക്കാൻ പോണത്. ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്ന നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഉത്തമ മാതൃകയാക്കാം നമ്മുടെ പ്രമീളമ്മയെ. കാരണം സാമ്പത്തികമായിട്ട് 22 ലക്ഷത്തോളം കട ഉണ്ടായിരുന്നു. അത് അമ്മ എല്ലാം സ്വന്തമായി അധ്വാനിച്ച് അമ്മ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സധൈര്യം മുന്നോട്ട് പോരാടുന്ന ഒരമ്മ. ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? പകുതി ഗോതമ്പ് പൊട്ടും പകുതി അരിപ്പൊട്ടും തരട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് താമസം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുള്ളതാണ്. നല്ല ഭക്ഷണമാണ്. അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഫുഡ് നമുക്ക് കുറച്ച് ആസ്വദിച്ച്, നമുക്കിപ്പോൾ വീട് വിട്ട് നിൽക്കുന്നവർക്ക് വീട്ടിൽ കിട്ടുന്ന ആ രുചികളും ടേസ്റ്റിലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഞാൻ കൂടെ വന്ന് സ്ഥിരം വാങ്ങും. നമുക്കത് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ അവർക്ക് സന്തോഷമായിട്ട് അവർ കഴിക്കും. പിന്നെ അതിൽ വേറെ മായമൊന്നുമില്ല. ചന്ദനലത പോലെ വാർമുകിൽ വാതിൽ അടയ്ക്കും, വാർതിങ്കൾ നിന്നു ചിരിക്കും. നല്ല ചൂട് പുട്ട്, കൂടെ നല്ല ചൂടൻ ചിക്കൻ കറി, പിന്നെ ഭംഗിക്കുന്നുണ്ട് പപ്പടും. അമ്മയ്ക്ക് ഒരുവിധം എല്ലാം സ്ഥിരം കസ്റ്റമേഴ്സ് ആട്ടോ. അത് രുചിയുടെ കൈപ്പുണ്യം കൊണ്ടാണ് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നത്. നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അത് കരമന പാലമാണ് ഈ കാണുന്നത്. കരമന പാലത്ത് തൊട്ട് മുന്നേ ആയിട്ടാണ് കട. വൈകുന്നേരം 7 മണിയാകുമ്പോൾ കട സ്റ്റാർട്ട് ചെയ്യും. ഒരു 10-11 മണി ഉണ്ടാവും. അമ്മ ഫുഡ് തീരുന്ന വെച്ച് നിർത്തും. ഞാൻ എല്ലാം കഴിച്ചിട്ട് എന്തായാലും വിട്ടേക്കും. അടുത്തൊരു വീഡിയോ പോയി വീണ്ടും കാണാം. വെക്കാൻ പോട്ടെ. വീണ്ടും സദ്യക്ക് വരെ വണക്കം.